ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫോർട്ടിഗേറ്റ് ഫയർവാളിൽ മാക് ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മാക് ബൈൻഡ് എന്താണെന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മൾ മാക് ബൈൻഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മെത്തേഡിൽ നമുക്ക് ഒരു ഇൻ്റർഫേസിന് IP കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഡിവൈസിന് IP കൊടുക്കാം. മാനുവലി നമുക്ക് കോൺഫിഗർ ചെയ്യാം, അതുപോലെ തന്നെ DHCP വഴി നമുക്ക് IP കോൺഫിഗർ ചെയ്യാം. ഇപ്പം നമ്മൾ DHCP വഴിയാണ് കോൺഫിഗർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പേഴ്സ് കഴിഞ്ഞിട്ട് IP സ്വീകരിക്കും. എവിടെയാണ് DHCP സെർവർ എനേബിൾ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ എവിടെയാണ് DHCP ഉള്ളതെന്നുള്ളത് അത് കണ്ടെത്തി അതിന് IP സ്വീകരിക്കും. ഓക്കെ, അതാണ് DHCP വഴി എടുക്കുക. ഇപ്പം മാനുവലി നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പോൾ ഇപ്പോൾ ചില ഡിവൈസിലൊക്കെ നമുക്ക് മാനുവലി കോൺഫിഗർ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പം സം ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അതിന് ഇപ്പം ഈ ഫയർവാളിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് മാക് ബൈൻഡിങ് ഇമ്പോർട്ടൻ്റ് ആവുകയെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ നെറ്റ്വർക്കിൽ കുറേ സെർവേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ NAS സ്റ്റോറേജ് ഉണ്ടാവും, ഫോർ എക്സാമ്പിൾ CCTV NVR ഉണ്ടാവും, പിന്നെ അപ്ലിക്കേഷൻ സെർവേഴ്സ് ഉണ്ടാവും, ആൻഡ് DNS സെർവേഴ്സ് ഉണ്ടാവും. ഒരു കമ്പനി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒരുപാട് നെറ്റ്വർക്ക് ഡിവൈസുകൾ, എൻഡ് ഡിവൈസുകൾ നമ്മുടെ ആ ഒരു നെറ്റ്വർക്കിലുണ്ടാവും. അപ്പം ഈ പറയുന്ന ഡിവൈസുകൾക്കെല്ലാം അവരുടെ IP സ്റ്റാറ്റിക് ആയിരിക്കണം. ഓക്കെ, ഒരിക്കലും ഡൈനാമിക്കലി മാറാൻ പറ്റില്ല. അപ്പം നമ്മൾ DHCP ആണ് നമ്മൾ എനേബിൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് കാണുന്ന IP ആയിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ലീസ് പീരീഡ് കഴിഞ്ഞാൽ കാണുക. അപ്പം അതിന് സ്റ്റേബിൾ ഇല്ല, IPക്ക് സ്റ്റേബിൾ ഇല്ല. അപ്പം നമ്മൾ മാനുവലി കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് എങ്ങനെയാണ് മാക് ബൈൻഡ് ചെയ്തുകൊണ്ട് അത് പെർമനൻ്റ് ആയിട്ട് ആ സെർവറിന് എങ്ങനെ IP കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഫയർവാൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ചില സെർവേഴ്സിനൊക്കെ അതിന് സ്റ്റാറ്റിക് IP ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഫയർവാളിൽ പോളിസി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫിക് യൂസേഴ്സിന് അല്ലെങ്കിൽ സ്പെസിഫിക് ഡിവൈസിന് വേണ്ടി പ്രത്യേകിച്ച് റൂൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന് ഒരു IP കൊടുക്കും. ആ IP കൊടുക്കുന്ന സമയത്ത് ഇപ്പം അതിൻ്റെ IP മാറാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പോളിസി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു IP ഒരു പെർസ്പെക്റ്റീവിൽ ആ ഡിവൈസിന് മാത്രമുള്ളതായിരിക്കും. അപ്പോൾ ആ ഡിവൈസിൻ്റെ IP മാറിയാൽ ആ പോളിസി വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ മാക് ബൈൻഡ് ചെയ്തുകൊണ്ട് ആ പോളിസിക്ക് നമ്മൾ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള IP നമ്മൾ കോൺഫിഗർ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണിത് കാണിക്കുന്നത്. പിന്നെ ബ്ലോക്ക് ഡിവൈസിന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് IP ആവശ്യമുണ്ട്. പിന്നെ അത് തന്നെ അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് നമുക്ക് മാക് അഡ്രസ്സും യൂസ് ചെയ്യാം. ഇപ്പോൾ IPൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് മാക് ബൈൻഡിങ് ആണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ തന്നെ IPS IDS പോലത്തെ സെർവേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി അപ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ CCTV ബയോമെട്രിക് ഡിവൈസുകൾ ഉണ്ടാവും, എൻ്റെ ഡിവൈസ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് മോണിറ്ററിങ് ടൂൾസുകൾക്ക്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫയർവാളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെൻട്രലൈസ്ഡ് ഡിവൈസ് ഉണ്ടാവും, FortiGate മാനേജർ ഉണ്ടാവും, FortiGate അനലൈസർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്കിൻ്റെ ഒരു എൻ്റർ പ്രോസസ്സ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല ടൂളുകൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള IP നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ SolarWinds, അതുപോലെ തന്നെ FortiGate അനലൈസർ പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള IP ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ എൻ്റെ ഡിവൈസ് ആയിട്ടുള്ള പ്രിൻ്ററിനൊക്കെ സ്റ്റാറ്റിക് ആയിട്ട് IP വേണം. ഇപ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് IP അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്ടിവിറ്റി നഷ്ടപ്പെടും. അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മാക് ബൈൻഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞു മാനുവലി നമുക്ക് ഓരോ ഡിവൈസിൽ പോയിട്ട് കോൺഫിഗർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ മാക് ബൈൻഡിന് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, ഒരു കമ്പനി എൻവയോൺമെൻറ്റിൽ ഒരുപാട് ഡിവൈസ് ഉണ്ടാകും. നമുക്കിപ്പം ഓരോ ഡിവൈസിലും പോയിട്ട് മാനുവലി IP കോൺഫിഗർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ആ സമയത്ത് നമ്മൾ മാക് ബൈൻഡിങ് ഒരു സെൻട്രലൈസ്ഡ് ഫയർവാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ DHCP IP കിട്ടുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ഈ ഒരു IP മാത്രമേ സ്വീകരിക്കുള്ളൂ. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ ഈ IP വേറെ ഡിവൈസിന് നൽകില്ല. DHCP ഈ ഒരു ഡിവൈസിന് മാത്രമേ നൽകുള്ളൂ. അപ്പോൾ അത്രയൊരു പ്രയോജനം ഈ മാക് ബൈൻഡിങ്ങിലൂടെ ഉണ്ട്. അപ്പോൾ ഈ മാക് ബൈൻഡ് എങ്ങനെ ചെയ്യുന്നത്, നമുക്ക് ഫോർട്ടിഗേറ്റ് ഫയർവാൾ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കുള്ള റിക്വയർമെൻറ്റ് എന്നുള്ളത് ഇവിടെ ഈ കാണിക്കുന്ന നോട്ട് പാഡിൽ കാണിക്കുന്ന ഇതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. അതായത് VPC 3, ഫോർ എക്സാമ്പിൾ VPC 3 ഇതാണ്. ഈ PC-യിലേക്ക് എനിക്ക് കിട്ടേണ്ട IP അതിൻ്റെ മാക് അഡ്രസ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ക്ലയൻറ്റ് പറയുകയാണ് ഈ ഒരു യൂസർ ഡിവൈസിന് ഈ ഒരു 1.130 IP ആണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു റിക്വയർമെൻറ്റ് എന്നോട് പറയുകയാണ്. മാക് അഡ്രസ്സ് ഇതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് ഒരു ഡിവൈസിൻ്റെ
മാക് അഡ്രസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഷോ ഐ പി. അപ്പം ഷോ ഐ പി നടിക്കുമ്പോൾ നമുക്ക് വെർച്വൽ മെഷീൻ്റെ അതായത് VPCയുടെ മാക് അഡ്രസ് ഇവിടെ കാണിക്കും. ആ മാക് അഡ്രസ് കോപ്പി അടിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ മാക് അഡ്രസ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഫോർട്ടിഗേറ്റ് ഫയർവാൾ ചെയ്യുക എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഫയർവാൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നോർമലി ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഫയർവാൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ ആ വീഡിയോ കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മാക് ബൈൻഡിങ് ചെയ്യാൻ നോക്കാം. അപ്പം അതിലത്തെ ആ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെ ഇൻ്റർഫേസിന് IP കൊടുക്കാമെന്നും പോളിസി ക്രിയേറ്റ് ചെയ്യാമെന്നും പിന്നെ അതിന് സ്റ്റാറ്റിക് റൗട്ടിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലെങ്ങനെയാണ് മാക് ബൈൻഡിങ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റർഫേസിന് IP കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസിന് ഓൾറെഡി ഞാൻ IP കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് എൻ്റെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇതാണ് ഈ പോർട്ട് 2 ആണ് എൻ്റെ ലാൻ ഇൻ്റർഫേസ്. ഓക്കെ, പോർട്ട് 1 എന്നെന്താണ് എൻ്റെ ISP-യിലേക്കുള്ളതാണ്. ഓക്കെ, ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ISP-യിലേക്കുള്ള, അതായത് ഇൻ്റർനെറ്റിലേക്കുള്ള പോർട്ടാണ്. ഓക്കെ, ഈ ഒരു സ്പെഷ്യലി നമുക്കിവിടെ ആവശ്യമില്ല മാക് ബൈൻഡിങ്ങിന്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ഈ ഒരു ലാൻ ഇൻ്റർഫേസിന് മാത്രം നമ്മൾ എന്താണ് ഈ ഡിവൈസുകൾക്ക് മാക് ബൈൻഡിങ് IP മാക് ബൈൻഡിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ ഇൻ്റർഫേസിൻ്റെ IP നമ്മൾ കൊടുത്തിട്ടുള്ളത് 192.168.1.0 റേഞ്ചുള്ള IP ആണ്. അപ്പം ആ ഒരു IP ആയിരിക്കും ഇവിടെ കിട്ടുക. അപ്പം ഇത് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ റിക്വയർമെൻറ്റ് എന്നുള്ളത് 192.168.1.130 ആണ് എനിക്ക് ഈ ഒരു PCക്ക് കൊടുക്കേണ്ട IP. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫോർട്ടിഗേറ്റ് ഫയർവാൾ പോയതിന് ശേഷം അതായത് ലാൻ ഇൻ്റർഫേസ്. ഓക്കെ, ലാൻ ഇൻ്റർഫേസിൽ പോയിട്ട് എഡിറ്റ് ഓപ്ഷൻ ഒക്കെ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം ലാൻ ഇൻ്റർഫേസിന് IP കൊടുത്തിട്ടുണ്ട്. ഡിഫോൾട്ട് ഗേറ്റ് വേ, അതായത് അതല്ല ഈ ഇൻ്റർഫേസിൻ്റെ IP എന്നുള്ളത് 1.1 ആണ്. സബ്നെറ്റ് മാസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അലോക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്നും നമുക്ക് കിടക്കുന്നില്ല. നമ്മളിവിടെ DHCP സ്റ്റാറ്റസ് റേഞ്ച് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേഞ്ച് 1.100 to 254 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ബൈ ഡിഫോൾട്ട് നിൽക്കട്ടെ. ഞാൻ എൻ്റെ റിക്വയർമെൻറ്റ് 130 ആണ്. അപ്പം ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്, ഈ ഒരു DHCP റേഞ്ചിൽ വരുന്നതാണ് 130. അതുകൊണ്ട് എനിക്ക് DHCPൻ്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാം, IP അഡ്രസ് അസൈൻമെൻറ്റ് റൂൾസ് എന്ന ഓപ്ഷൻ. അപ്പോൾ ഇതിലാണ് നമ്മൾ മാക് ബൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അവിടെ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, മാക് അഡ്രസ് ഉണ്ട്. മാക് അഡ്രസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ DHCP റിലേ ഏജൻറ്റ് ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ മാക് അഡ്രസ് ആണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ആ ഒരു സ്പെസിഫിക് ഡിവൈസിനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കാം. ഞാൻ എൻ്റെ കേസിൽ ഞാൻ കൊടുക്കുന്നത് VPC3 എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഫോർ ജസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് നമ്മളിവിടെ മെൻഷൻ ചെയ്തു. അതിനുശേഷം അതിൻ്റെ മാക് അഡ്രസ്സ്, അതായത് ആ ഡിവൈസിൻ്റെ മാക് അഡ്രസ്സാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, അത് മെൻഷൻ ചെയ്തു. അതിന് ശേഷം നമുക്ക് ഏത് IP ആണ്, അത് റിസർവ്ഡ് IP. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ റിസർവ്ഡ് IP ഓപ്ഷൻ ഉണ്ട്. അതായത് ആ ഒരു IP ആ ഒരു ഡിവൈസിന് മാത്രമേ കൊടുക്കാൻ പറ്റുന്നത് റിസർവ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഓക്കെ, അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അത് നമ്മൾ ചെയ്യേണ്ടത് ആ IP യോട് കോപ്പി ചെയ്യുക. ഏത് IP ആണ് നമ്മളെ റിക്വയർമെൻറ്റിൽ തന്നിട്ടുള്ളത് ആ IP യോട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഓക്കെ അടിക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ നെറ്റ്വർക്കിലുള്ള മറ്റ് ഡിവൈസുകൾ, അതായത് എൻ്റെ നെറ്റ്വർക്കിൽ 5 ഡിവൈസ് ഉണ്ട്. എൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് 5 ഡിവൈസിനും ഓരോ IP നമ്മൾ ബൈൻഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതെങ്ങനെ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ VPCയുടെ നെയിം കൊടുക്കുക, ജസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിനാണ്. അതില്ലെങ്കിലും ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മാക് അഡ്രസ് കോപ്പി ചെയ്തു, അതിനുശേഷം അതിൻ്റെ IP. ഓക്കെ, അത് ഓക്കെ അടിച്ചു. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ ആൻഡ് ഗോ ടു ദി നെയിം, എഡിറ്റ് ആൻഡ് മാക് അഡ്രസ് and go to the IP address. Okay, and paste. Okay, and the fourth one, create new description, MAC address, IP address. Okay, ഇവിടെ നമുക്ക് വേറെ പോളിസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ലാൻ ഇൻ്റർഫേസിന് നമ്മൾ മാക് അഡ്രസ് മാക് ബൈൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് പോളിസിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. DCP, sorry, and MAC address
ആൻഡ് IP address. ഓക്കെ അടിക്കാം. അപ്പോൾ നമ്മളിവിടെ നമുക്ക് നോക്കുകയാണ് സാധനം ടൈപ്പ്, അതായത് MAC അഡ്രസ്സ് ടൈപ്പ് ചെയ്തിട്ടാണ് ബൈൻ ചെയ്യുന്നത്. അതായത് ആ സ്പെസിഫിക് ഡിവൈസിന് MAC അഡ്രസ്സ് ഇവിടെ കാണാം. അതുപോലെ തന്നെ IP റിസർവ്ഡ് ഓപ്ഷനാണ്, ആ റിസർവ് ചെയ്ത IP ഉള്ള ഓപ്ഷൻ ഇവിടെ കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ റിക്വയർമെൻറ്റ്. ആ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ കോൺഫിഗർ ചെയ്തു. അതിന് ശേഷം നമ്മൾ അടിക്കാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ഇത് IP കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മളിവിടെ ഷോ IP അടിച്ച സമയത്ത് ഇവിടെ 0 ആണ്, അതായത് 0 IP അഡ്രസ്സാണ്, അതായത് ഒരു IP സ്വീകരിച്ചിട്ടില്ല. നമുക്ക് IP അടിച്ചു കൊടുക്കാം, IP DHCP. ഓക്കെ, എൻ്റർ അടിക്കുക. ആൻഡ് ഗോ ടു ദി here and go to here and type everything, and you can see here what is our requirement. Okay, our requirement is VPC3, അതായത് VPC3. ഓക്കെ, നിങ്ങൾക്കൂടെ കാണുന്നത് VPC3 ആണ്. VPC3യുടെ IP നമ്മൾ, അതായത് MAC അഡ്രസ്സ് ഇതാണ്, ലാസ്റ്റ് 03 ആണ്. 03 അതിൻ്റെ IP അഡ്രസ്, അതിന് നമുക്ക് കൊടുത്തിട്ടുള്ള MAC ബൈൻ ചെയ്തിട്ടുള്ള IP 130 ആണ്. ഓക്കെ, അതേ IP ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതിന് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഷോ IP എന്നുള്ള കമാൻഡ് അടിക്കുമ്പോൾ ഇവിടെ IP കാണാൻ സാധിക്കും. ഓക്കെ, IP അഡ്രസ്സ് കാണുമ്പോൾ 130 ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം നമ്മുടെ ഇൻ്റർഫേസിൽ DHCP എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടേണ്ട IP, ഇതിപ്പോൾ നമ്മൾ MAC ബൈൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട IP എന്താണെന്ന് വെച്ചാൽ 1.100 ആണ്. ഓക്കെ, ഈ റേഞ്ച് IP ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് കിട്ടാതെ അതിൻ്റെ ഉള്ളിലുള്ള, അതായത് 100 മുതൽ 130 വരെയുള്ള IP കൊടുക്കാതെ നമുക്ക് നേരെ ഡയറക്റ്റ് 130 ഉള്ള IP കിട്ടി, അതായത് MAC ബൈൻഡ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പം കമ്മിങ് ടു ഷോ IP, ഇവിടെയും 160 ആണ് നമ്മളെ, അതായത് നമ്മുടെ VPC6 കിട്ടേണ്ടത് 160 ആണ്. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. അതിന് ഷോ IP അടിക്കുക. ഓക്കെ, അതായത് VPC7 ഇവിടെ കിട്ടേണ്ടത് 170 ആണ്. ഓക്കെ, 170 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ VPC8 കിട്ടേണ്ടത് 180 ആണ്. ഓക്കെ, അതിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് FortiGate ഫയർവാളിൽ MAC ബൈൻഡ് ചെയ്യുക.